നമസ്കാരം. ജനുവരിയിൽ മലയാളത്തിൽ 28 സിനിമകൾ റിലീസായി ഒരൊറ്റ ഹിറ്റ് ചിത്രമാണ് ഉണ്ടായത് എന്നുള്ള ജി സുരേഷ് കുമാറിന്റെ വാക്കുകൾക്ക് ശേഷം വളരെ ഞെട്ടലാണ് മലയാളി സിനിമാ പ്രേക്ഷകർ. കാരണം 100 കോടി, 500 കോടി, 200 കോടി, 50 കോടി, 10 കോടി എന്നൊക്കെ പോസ്റ്റർ അടിച്ചുവിടുന്ന നിർമ്മാതാക്കൾ സത്യത്തിൽ കള്ളം പറയുകയാണോ എന്നുള്ള ചോദ്യമാണ് മലയാളി പ്രേക്ഷകർ ചോദിക്കുന്നത്. കാരണം ഏത് സിനിമയും ഒരു 15 ദിവസം ഓടിക്കഴിഞ്ഞാൽ അതിനിടയിൽ 30 ദിവസം തിയേറ്ററിൽ വിജയകരമായി പ്രദർശനം തുടരുന്നു എന്നുള്ള നിർമ്മാതാക്കളുടെ പോസ്റ്റർ അടിക്കും സോഷ്യൽ മീഡിയയിലെ പോസ്റ്ററുകൾക്കും യാതൊരുവിധ പഞ്ഞവുമില്ലാത്തൊരു ഘട്ടത്തിൽ നിന്നാണ് കൃത്യമായ വെളിപ്പെടുത്തൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ നടത്തിയിരിക്കുന്നത്. ജൂൺ 1 സമരത്തിലേക്ക് വരെ കാര്യങ്ങൾ പോകുമെന്ന് ജി സുരേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പറയുമ്പോൾ അത് കൃത്യമായി ഒരു ഇൻഡസ്ട്രിയെ തന്നെ അടച്ചുപൂട്ടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുമ്പോൾ ഒരൊറ്റ ഹിറ്റ് ചിത്രം മാത്രമാണ് 28 സിനിമകളിൽ നിന്നായി ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് എടുത്ത് സൂചിപ്പിക്കണം. ആ ഹിറ്റ് ചിത്രം സമ്മാനിച്ചതാവട്ടെ ആസിഫ് അലി നായകനായി ജോഫിൻ ടി ചാക്കോ സംവിധാനം ചെയ്ത രേഖാചിത്രം എന്ന സിനിമയും കൂടിയാണ്. അനശ്വര രാജനാണ് മറ്റൊരു കേന്ദ്ര കഥാപാത്രത്തെ സിനിമയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ സിനിമ റിലീസ് ചെയ്തതിനു ശേഷം ഒരുപാട് മിക്സഡ് അഭിപ്രായങ്ങൾ, ഒരുപാട് പോസിറ്റീവ് അഭിപ്രായങ്ങൾ ഒക്കെ തന്നെ ഈ സിനിമയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നതാണ്. മികച്ച തിരക്കഥയാണ് ആ സിനിമയുടെ ഉള്ളടക്കം. അതുകൊണ്ട് തന്നെയാണ് തിയേറ്ററുകളിലേക്ക് ആളുകൾ ഇരച്ചു കയറിയത് എന്ന് സമൂഹ മാധ്യമങ്ങളിൽ വാദിക്കുമ്പോൾ പോലും നമുക്ക് ചിത്രത്തിലെ നായകനായ ആസിഫ് അലിയെ കുറിച്ച് സംസാരിച്ചാലോ. ഒരു ഘട്ടത്തിൽ ആസിഫ് അലിയുടെ കരിയറിലെ തന്നെ തുടരെ ഫ്ലോപ്പ് സിനിമകൾ, തിയേറ്ററുകളിൽ 2 ദിവസം പോലും നിലനിൽക്കാത്ത സിനിമകൾ, ഒരാഴ്ച കൊണ്ട് വാഷ് ഔട്ട് ആകുന്ന ആസിഫ് അലി ചിത്രങ്ങൾ, തിയേറ്ററിലേക്ക് ആസിഫ് അലിയുടെ ഒരു ചിത്രം എത്തിയാൽ പ്രേക്ഷകർ കൈവിടുന്ന ഒരു ഘട്ടത്തിലേക്ക് മാറിയിരുന്നു ആസിഫ് അലിയുടെ കരിയറിൻ്റെ ഒരു ഘട്ടത്തിൽ. തുടരെയുള്ള പരാജയ ചിത്രങ്ങൾ ആസിഫ് അലിയുടെ ജനപ്രീതി കുറയ്ക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരെ എത്തി. അവിടെ നിന്ന് ആസിഫ് അലി പടുത്തുയർത്തിയ അദ്ദേഹത്തിൻ്റെ സിനിമാ കരിയർ വ്യത്യസ്തമായിരുന്നു. അതിനുശേഷവും ഒരു ഹിറ്റ് ചിത്രം ഉണ്ടായാൽ തുടരെ മറ്റൊരു ഫ്ലോപ്പ് ചിത്രവും ഉണ്ടാകും. അങ്ങനെ ഒരു സിഗ്സാഗ് മോഡലിൽ മാത്രമായിരുന്നു ആസിഫ് അലിയുടെ കരിയർ പൊയ്ക്കൊണ്ടിരുന്നത് 2024 വരെ. 2024 കിഷ്കിന്ധാകാന്ഡം എന്ന ഓണം വിന്നർ ചിത്രവും കൊണ്ടാണ് ആസിഫ് അലി ബോക്സ് ഓഫീസിൽ കോളിളക്കം സൃഷ്ടിച്ചത്. അതിനു മുൻപും 2024 തന്നെ ആസിഫ് അലിയുടെ പരാജയ ചിത്രങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഓണത്തിന് ശേഷം ആസിഫ് അലി കളറങ്ങ് മാറ്റുകയായിരുന്നു. പിന്നാലെ ആസിഫ് അലിയുടെ ഒരു ചിത്രം തിയേറ്ററുകളിലേക്ക് വരുമ്പോഴേക്കും അതിനൊരു മിനിമം ഗ്യാരണ്ടി എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റുന്നതായിരുന്നു അവസാനം റിലീസായ രേഖാചിത്രം എന്ന സിനിമ വരെ. പക്ഷേ ഒരു ഗോഡ് ഫാദറും ഇല്ലാതെ, സിനിമയിൽ യാതൊരുവിധ പിന്തുണയുമില്ലാതെ, നെപ്പോ കിഡ് അല്ലാത്ത ആസിഫ് അലി 2010 തുടങ്ങിയ സിനിമാ കരിയറിൽ നിന്ന് 2025 എത്തി നിൽക്കുമ്പോൾ 15 വർഷം നീണ്ടു നിൽക്കുന്ന ആസിഫ് അലിയുടെ കരിയറിൽ എല്ലാ കൊല്ലവും ആസിഫ് അലിക്ക് ഒരു സിനിമയുണ്ടായിരുന്നു. ആ സിനിമകളിലൊക്കെ തന്നെ പലപ്പോഴായി ഈ ഹിറ്റ് ചാർട്ടുകൾ എന്ന രീതിയിലേക്ക് മാറുന്നില്ലെങ്കിൽ പോലും തൻ്റെ ജനപ്രീതി ഉയർത്താൻ വേണ്ടി പല സിനിമകളിലും ക്യാമിയോ അപ്പിയറൻസ് വരെ ചെയ്യാൻ ആസിഫ് അലി തയ്യാറായിരുന്നു എന്നുള്ളതാണ്. നമ്മൾ എടുത്ത് സൂചിപ്പിക്കുകയാണെങ്കിൽ പല സിനിമകളുമുണ്ട്. അതിനകത്ത് വെള്ളിമൂങ്ങ ഉണ്ടാവും, റോഷാക്ക് ഉണ്ട്. അങ്ങനെ പല സിനിമകളിലും ഗസ്റ്റ് അപ്പിയറൻസ് ആയിട്ട് വരെ തന്നെ ആസിഫ് അലി സിനിമാ മേഖലയിൽ നിന്നും എത്തിയിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ പ്രേക്ഷകർ അങ്ങനെ കൈവിട്ടിട്ടില്ല ആസിഫിൻ്റെ ഒരു സിനിമ നല്ലതാണെങ്കിൽ പ്രേക്ഷകർ അത് തിയേറ്ററിൽ പോയി കാണും എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണവും കൂടിയാണ് രേഖാചിത്രം എന്ന സിനിമ വരുന്നത്. കാരണം രേഖാചിത്രവും കൂടി ഹിറ്റായില്ലെങ്കിലുള്ള അവസ്ഥ ആലോചിച്ച് നോക്കിയാൽ 110 കോടി രൂപയാണ് ജനുവരി മാസത്തിൽ നിന്ന് മാത്രം മലയാള സിനിമയ്ക്ക് ഉണ്ടായ നഷ്ടം എന്നുള്ള കണക്കുകൾ അതിഭീകര കണക്കുകളാണ്. കാരണം ഇനി 12 മാസവും ഇതേ റേഷ്യോയിൽ പോവുകയാണെങ്കിൽ ഏകദേശം 1100 കോടി രൂപയുടെ നഷ്ടം ഒരു 2025 എന്ന വർഷത്തിൽ വന്നതാണ്. ഞാൻ പറഞ്ഞത് ജനുവരി മാസത്തിൽ 110 കോടി, അതേപോലെ 12 മാസവും പോയെങ്കിലുള്ള അവസ്ഥ ആലോചിച്ച് നോക്കിക്കേ. 1200 കോടിയിലേറെ നഷ്ടം ഒരു ഇൻഡസ്ട്രിയിൽ നിന്ന്, ഒരു കൊച്ചു ഇൻഡസ്ട്രിയാണ് മലയാള ഇൻഡസ്ട്രി, അതിൽ നിന്നും ഉണ്ടാകുന്ന നഷ്ടം മാത്രമായി 1200 കോടി രൂപ മാറും എന്നൊരു ഘട്ടത്തിൽ പ്രൊഡ്യൂസേഴ്സിന് പോലും ചിന്തിക്കാത്ത രീതിയിലേക്ക് എത്തുന്ന സാഹചര്യത്തിലാണ് അവർ ജൂൺ 1 മുതൽ പണിമുടക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുകയും ചെയ്തത്. കാരണം പ്രൊഡ്യൂസേഴ്സിന് നിക്കക്കള്ളിയില്ല. അവർ പലരും ആത്മഹത്യയുടെ വക്കിലാണ്. പല കാര്യങ്ങളും, വീടുകൾ, കാറുകൾ ഉൾപ്പെടെ വിറ്റുകൊണ്ട് വിദേശത്ത് എന്തെങ്കിലും ജോലിയെടുത്ത് പണം തിരിച്ചു പിടിക്കാനുള്ളൊരവസ്ഥയിൽ നിർമ്മാതാക്കൾ മാറുന്നു എന്നുള്ളതാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആശങ്ക. ആ ഒരു ഘട്ടത്തിൽ നിൽക്കുമ്പോഴാണ് തിയേറ്ററുകൾക്ക് ആശ്വാസമായി 2025 ജനുവരിയിൽ 9-ാം തീയതി രേഖാചിത്രം എന്ന സിനിമ റിലീസിനെത്തുന്നത്. പലപ്പോഴായി ഇത് സൂചിപ്പിക്കുന്നത് ആസിഫ് അലി എന്ന നടൻ്റെ സിനിമാ കരിയറിൽ പലപ്പോഴും സ്ക്രിപ്റ്റ് സെലക്ഷൻ ഓക്കെ ആകുന്നില്ല, ഒരു നായകനായി മാത്രം ആസിഫ് അലി നിൽക്കുന്നില്ല, സപ്പോർട്ടിംഗ് ആക്ടറായിട്ട് ആസിഫ് അലി മാറുന്നു, ക്യാമിയോ അപ്പിയറൻസ് ചെയ്യുന്നു, നായകനായി വരുന്ന സിനിമകളൊന്നും തിയേറ്ററിൽ ഹിറ്റാകുന്നില്ല തുടങ്ങിയ തുടരെയുള്ള വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. ആസിഫ് അലിയുടെ ഒരു ചിത്രം, ഒരു സിനിമയുടെ DVD എടുത്തുകൊണ്ട് എവിടെയെങ്കിലും കൊണ്ടുവച്ചാൽ അത് പൊട്ടിത്തെറിക്കുമെന്ന് പറയുന്ന സമൂഹ മാധ്യമങ്ങളിലെ അധിക്ഷേപ ട്രോളുകൾ വരെ ഏറ്റുവാങ്ങിയിരുന്ന നടൻ കൂടിയാണ് ആസിഫ് അലി. ആ ഒരു ഘട്ടത്തിൽ നിന്നുകൊണ്ടാണ് സിനിമാ വ്യവസായത്തെ ഒന്ന് പിടിച്ചു നിർത്താൻ എന്തെങ്കിലും ഒരു കച്ചിത്തുരുമ്പ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിലൊരു കപ്പിത്താൻ, ഒരു അമരക്കാരനായ ആസിഫ് അലി മാറുന്ന ഒരു ഘട്ടത്തിലേക്ക് 2025 കാര്യങ്ങൾ മാറുന്നത്. തുടരെ ഇനി വരാൻ പോകുന്ന ആസിഫ് അലി ചിത്രങ്ങളും അതേപോലെ തന്നെ ഒരുപാട് പ്രതീക്ഷ ഏറുന്നതാണ്. ആഭ്യന്തര കുറ്റവാളി ആയിക്കോട്ടെ, ടിക്കി ടാക്ക എന്നുള്ള ആസിഫ് തന്നെ ഏറ്റവും കൂടുതൽ സംസാരിക്കപ്പെടുന്ന തൻ്റെ ഒരു KGF ആണ് ടിക്കി ടാക്ക എന്ന് ആസിഫ് തന്നെ പല അഭിമുഖങ്ങളിലും പറയുകയും ചെയ്തു. അങ്ങനെ ഒരു സെറ്റ് ഓഫ് സീരിയസ് ലൈനപ്പ് ആസിഫിൻ്റെ മുന്നിലുണ്ട്.
അത് നിർമ്മാതാക്കൾക്ക്, ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്, എക്സിബിറ്റേഴ്സിന്, തിയേറ്റർ ഓണേഴ്സിനൊക്കെ തന്നെ ആശ്വാസകരമായി മാറുന്ന കാര്യങ്ങളാണ്. അങ്ങനെ ബിഗ് എംസ് അല്ലാതെ ബിഗ് സ്റ്റാർഡങ്ങളില്ലാത്ത ക്യാമിയോ ഉൾപ്പെടെ ചെയ്യുന്ന സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റായി മാറി വരുന്നത് ഇപ്പോഴും ചെയ്യുന്ന ആസിഫ് അലി 2025 തിയേറ്ററുകാരുടെയും നിർമ്മാതാക്കളുടെയും ഒരു കച്ചിത്തുരുമ്പുമായി മാറുമ്പോൾ തുടരെ ഇനി വരാൻ പോകുന്ന സിനിമകൾക്കും ജനപ്രീതിയേറുന്ന രീതിയിലേക്ക് ആസിഫിൻ്റെ ചിത്രങ്ങൾ തിയേറ്ററിലേക്ക് മാറുമെന്നുള്ള പ്രതീക്ഷയിൽ കുടുംബ പ്രേക്ഷകരും കാത്തിരിക്കുകയാണ്.